ലിഷോ ഉണ്ട് നമുക്കൊപ്പം തൃശ്ശൂർ നിന്ന്. ലിഷോയ്, ഇതിപ്പോൾ സമരം അവരുടെ ഒരു ആശങ്കയൊക്കെ ആയിരിക്കാം, പക്ഷേ ഇതും കൂടെ പ്രത്യേകിച്ച് പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 1 മുതൽ അതൊക്കെ പ്രാബല്യത്തിൽ വരികയാണ്. എങ്കിലും എന്താണ് അവർ പറയുന്നത്? ഈ 15 വർഷത്തിൽ മുകളിലുള്ള പഴക്കമുള്ളത് പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യമല്ലേ? തീർച്ചയായും അതെല്ലാം തന്നെ ശരിയായ കാര്യം തന്നെയാണെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അത് പ്രായോഗികമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ പല മേഖലയിലും അത് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതായത് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ട്രെയിനിങ് എല്ലാം നൽകേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകളാണ്. അവർക്ക് ഇതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ആദ്യമേ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സാധാരണഗതിയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ വാങ്ങുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് 2 വീലറും 4 വീലറും പഠിപ്പിക്കുന്നതിന് വേണ്ടി 10,000 രൂപയാണ് ഇപ്പോൾ ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുകയാണെങ്കിൽ ഈ ഒരു തുക ഇരട്ടിയായെങ്കിലും വർദ്ധിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50% വർദ്ധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നത്. അതിന് അവർ പറയുന്നതിൽ ഒരു വസ്തുത നിരത്തുന്നത് ഇക്കാര്യങ്ങളാണ്. അതായത് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അതിനോടൊപ്പം തന്നെ ഈ വാഹനങ്ങളും അതിനോടൊപ്പം തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്, ഈ പല മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ ഓൺ ക്യാമറ അല്ലെങ്കിലും ഓഫ് ദ റെക്കോർഡായി നമ്മളടുത്ത് പലരും പറയുന്നു, ഇതിനെല്ലാമുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ. പ്രശ്നം തന്നെയാണ് ഈ ഒരു നമ്മൾ കണ്ട ആ ഡയഗ്രാം പോലെയൊക്കെ ഈ ടെസ്റ്റിനുള്ള സ്ഥലങ്ങൾ ഒരുങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അവരുടെ പ്രതിഷേധം അവരങ്ങനെ അറിയിക്കുന്നു. ശരി ലിഷോയ്.